മനസ്സിന് വല്ലാത്തൊരു ഭാരവും പേടിയും തോന്നുമ്പോൾ നമ്മൾ ഓടിയെത്തുന്ന ഒരിടമുണ്ട്. വരി നിൽക്കുമ്പോഴുള്ള തിരക്കും മുഷിപ്പും ഒക്കെ കഴിഞ്ഞ് ആ നാലമ്പലത്തിന് മുന്നിലെത്തുമ്പോൾ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണ്. അതെ, നമ്മൾ ഇന്ന് ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി മനസ്സിന് ശാന്തി തേടിയുള്ള ഒരു യാത്ര. കാതുകളിൽ നാരായണ മന്ത്രവും കണ്ണുകളിൽ ആ നീലവർണ്ണൻ്റെ പുഞ്ചിരിയും മാത്രം. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ഇവിടം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. ഭൂലോക വൈകുണ്ഠം ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കൃഷ്ണക്ഷേത്രമാണ് ഗുരുവായൂർ. ഭൂലോക വൈകുണ്ഠം എന്നാണ് ഈ പുണ്യഭൂമി അറിയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണിവിടെ. പാതാള അഞ്ജനശിലയിൽ തീർത്ത ഈ വിഗ്രഹത്തിൽ ചതുർബാഹുവായ വിഷ്ണു ഭഗവാൻ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ചിരിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച സമയത്ത് വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ അതേ രൂപമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാപര യുഗത്തിൻ്റെ അവസാനത്തിൽ ദ്വാരക കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ മഹാവിഷ്ണു വിഗ്രഹം സംരക്ഷിക്കാനായി കൊണ്ടുവന്നു. അവർ കേരളത്തിലെത്തിയപ്പോൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും സാന്നിധ്യമുള്ള ഈ സ്ഥലം കണ്ടെത്തുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമായതുകൊണ്ട് ഇവിടം ഗുരുവായൂരെന്ന് അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് നിർമ്മാല്യ ദർശനം. പുലർച്ചെ 3 മണിക്ക് ഭഗവാനെ പള്ളി ഉണർത്തുന്ന ഈ ചടങ്ങ് കാണാൻ വലിയ തിരക്കായിരിക്കും. പിന്നീടുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് തുലാഭാരം. സ്വന്തം ശരീരഭാരത്തിന് തുല്യമായി വഴിപാടുകൾ സമർപ്പിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണിത്. പഴം, ശർക്കര, താമരപ്പൂ തുടങ്ങിയവ കൊണ്ടുള്ള ഒരു തുലാഭാരം. പിന്നീട് വരുന്നത് പ്രസാദ ഊട്ടാണ് കേട്ടോ. ഭഗവാന്റെ പ്രസാദമായി നൽകുന്ന ഉച്ചഭക്ഷണം വളരെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിന് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്ന ആനക്കോട്ട ലോകപ്രശസ്തമാണ്. ഭഗവാന് കാഴ്ചയായി ലഭിച്ച 50ഓളം ആനകളെ ഇവിടെ സംരക്ഷിക്കാനും ഗജരത്നം ഗുരുവായൂർ കേശവൻ്റെ കഥയില്ലാത്ത ഗുരുവായൂർ ക്ഷേത്രം പൂർണ്ണമാകില്ല. ആനക്കോട്ട, പുന്നത്തൂർ കോട്ട തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ്. ഗുരുവായൂർ ദർശനത്തിനായി വരുമ്പോൾ എല്ലാ ഭക്തർക്കും ഭഗവാൻ വാസുദേവൻ്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ. നാരായണായ നമഃ. ഹരേ കൃഷ്ണ.